السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تكونوا كالتي نقضت غزلها من بعد قوة أنكاثا. صدق الله العلي العظيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ സകലമാന മേഖലകളിലും പാലിക്കുകയും അള്ളാഹു വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യണമെന്ന മിമ്പറിൻ്റെ വസിയ്യത്ത് ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ റമദാൻ മാസവും അതിനോടനുബന്ധിച്ച് വന്ന ഈദുൽ ഫിത്തറും എല്ലാം അതിൻ്റേതായ രൂപത്തിൽ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നാം. ഈ സന്ദർഭത്തിൽ നമ്മുടെ മനോമുഖരത്തിലേക്ക്, നമ്മുടെ മണ്ഡലങ്ങളിലേക്ക് വരേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാൻ അരങ്ങൊഴിയുമ്പോൾ നമ്മളിൽ അതിൻ്റെ ബാക്കിപത്രമായിട്ട് വല്ലതും അവശേഷിക്കുന്നുണ്ടോ എന്ന് അപഗ്രഥനം ചെയ്യേണ്ട സമയമാണിപ്പോൾ. റമദാൻ അങ്ങ് കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ബാക്കിപത്രമായിട്ട് എല്ലാ അവശിഷ്ടങ്ങളും ബാക്കി നിൽക്കുന്നുവെങ്കിൽ റമദാൻ അർത്ഥവത്തായി, റമദാനിൻ്റെ ലക്ഷ്യങ്ങൾ സമ്പൂർണ്ണമായി എന്നാണ്. റമദാനിൽ നമ്മൾ നേരത്തെ എഴുന്നേറ്റിരുന്നു, എന്നിട്ട് ചില ആളുകൾ തഹജ്ജുദ് നമസ്കരിച്ചിരുന്നു, എന്നിട്ട് അത്താഴം കഴിച്ചിരുന്നു. അതേമാതിരി റമദാനിൽ ഖുർആൻ പാരായണം നടത്തിയിരുന്നു, നമസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിച്ചിരുന്നു, ദാനധർമ്മങ്ങളും മറ്റും നമ്മൾ പരമാവധി വർദ്ധിപ്പിച്ചിരുന്നു. ഈ ശീലങ്ങളിൽ വല്ലതും നമ്മുടെ ജീവിതത്തിൽ, വരുംകാല ജീവിതത്തിൽ ബാക്കിയുണ്ടാവുന്നുവെങ്കിൽ, അത് നമ്മൾ നിലനിർത്തുന്നുവെങ്കിൽ അതാണ് റമദാൻ കൊണ്ട് നമുക്ക് ലഭിക്കേണ്ട ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ റമദാൻ കഴിയുമ്പോഴേക്ക് എല്ലാം വിട്ടെറിഞ്ഞ് പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകുക എന്ന് പറഞ്ഞത് 30 മാസക്കാലം കൊണ്ട് നേടിയെടുത്ത ആ ആത്മീയ ശക്തിയെ ഇല്ലാതാക്കലാണ്. അതിന് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഒരു സ്ത്രീയുടെ ഉദാഹരണമാണ്. ആ സ്ത്രീക്ക് ശരിക്ക് ബുദ്ധിഭ്രമം ബാധിച്ച സ്ത്രീയാണ്. അവൾ രാവിലെ തൊട്ട് അവൾ നൂല് നൂൽക്കുകയാണ്. നൂല് നൂലിട്ട് അത് ശക്തിയായൊരു നൂലായി മാറിയതിന് ശേഷം അത് ഉടച്ചു കളയുകയാണ്. എന്നിട്ടത് സന്തോഷം കണ്ടെത്തുകയാണ്. നമ്മൾ നരണാത്ത് ഭ്രാന്തൻ്റെ കഥ ഒക്കെ പറയാറുണ്ട്. അതേ കഥ തന്നെ. ഉച്ചവരെ കല്ല് ഉരുട്ടിയും കൊണ്ട് മലൻ്റെ മുകളിൽ എത്തിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം അത് താഴോട്ട് ഉരുണ്ടു പോകുമ്പോൾ ആ സന്തോഷം കണ്ട് പൊട്ടിച്ചിരിക്കുന്ന നരണത്ത് ഭ്രാന്തൻ്റെ അതേമാതിരിയാണ് ഒരു മാസക്കാലം
നോമ്പനുഷ്ഠിച്ചിട്ട് നോമ്പ് കഴിയുമ്പം വീണ്ടും പഴയ സ്വഭാവശീലങ്ങളിലേക്ക് തിരിച്ചു പോകുന്നത്. അതിനെയാണ് ഖുർആൻ സൂറത്തുൻ നഹലിൽ 92-ാമത്തെ വചനത്തിൽ നിർവചിക്കുന്നത്, ഉദാഹരണം പറയുന്നത്, വലാ തകൂനു കല്ലത്തി നഖലത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. വലാ തകൂനു നിങ്ങളാവരുത്, കല്ലത്തി നഖലത്ത് ഗസ്ലഹ തൻ്റെ നൂല് ഉടച്ചു കളഞ്ഞ സ്ത്രീയെപ്പോലെ, മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ നല്ല ഇഴകളായി ശക്തിപൂർവ്വം പിരിച്ചുണ്ടാക്കിയ നൂലിനെ സ്വയം തന്നെ അതിനെ പിരിച്ചു കളയുന്ന ആ സ്ത്രീയെപ്പോലെ നിങ്ങൾ ആവരുത് എന്ന് ഖുർആൻ പറയുകയാണ്. അപ്പോൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമദാനിന് ശേഷം ഒരു ശൂന്യത ഉണ്ടാവില്ല. റമദാന് ശേഷം എല്ലാ ആരാധനകളും അരങ്ങൊഴിഞ്ഞ് ഖിയാമുല്ലയിലില്ല, ഖുർആൻ പാരായണമില്ല, അതേമാതിരി തന്നെ ദാനധർമ്മങ്ങളിൽ നല്ല കർമ്മങ്ങളെല്ലാം പോയിട്ട് ഒരു ശൂന്യമായ അവസ്ഥ റമദാനിൽ ഇല്ല, അല്ലേ? റമദാനിൽ നിറഞ്ഞിരുന്ന പള്ളികൾ ശൂന്യമായി പോകുന്നത് നമ്മൾ കാണുന്നതാണ്. റമദാൻ യാത്രയായപ്പോൾ സൽക്കർമ്മങ്ങളെയും നമ്മൾ യാത്രയാക്കി. അങ്ങനെ പാടില്ല. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാവുകയില്ല. എല്ലാ ആരാധനാകർമ്മങ്ങളും നിരന്തരമായി മരണം വരെ ചെയ്യേണ്ടതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് മറിയമിൽ 31-ാം വചനത്തിൽ ഈസാ നബി സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്, വഔസ്വാനി ബിസ്വലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. എൻ്റെ റബ്ബ് എന്നോട് നമസ്കാരം നിർവഹിക്കാനും സക്കാത്ത് കൊടുക്കുവാനും ഉപദേശിച്ചിട്ടുണ്ട്. മാ ദുംതു ഹയ്യ, അതാണ് നമ്മുടെ പോയിന്റ്. മാ ദുംതു ഹയ്യൻ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, അഥവാ മരണം വരെ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യണം, അത് നിരന്തരമായി ചെയ്യണം എന്നാണ്. 15-ാം അധ്യായം സൂറത്ത് ഹിജ്റിൽ 99-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിൻ്റെ റബ്ബിനെ നീ ആരാധിക്കണം, റബ്ബിൻ്റെ മാർഗത്തിൽ നീ നിലകൊള്ളണം. ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് മരണം വരുന്നത് വരെ. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞതുകൊണ്ട് പഴയ മാതിരി മാറാം എന്നുള്ളത് അത് മൗഢ്യമാണ്, തെറ്റാണ്. റമദാനെ അല്ല നമ്മൾ ആരാധിച്ചത്. റമദാനെയാണ് ആരാധിച്ചതെങ്കിൽ റമദാൻ കഴിഞ്ഞു പോയി. നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ ഫഹുവ ഹയ്യുൻ ലാ യമൂത്ത്, അവൻ മരിച്ചു പോവുകയില്ല, എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അപ്പം നമ്മൾ ആരാവണം? കുൻ റബ്ബാനിയൻ ഒലാ തകുൻ റമദാനിയൻ എന്ന് പണ്ഡിതന്മാർ നിർദ്ദേശിക്കുകയാണ്. നീ റബ്ബിനെ അനുസരിക്കുന്നവനും പടച്ചോനെ അനുസരിക്കുന്നവനാണ്. വലാ തകുൻ റമദാനിയൻ, റമദാനിൽ മാത്രം പ്രത്യേകമായ അമലുകൾ സ്വീകരിക്കുന്ന ഒരാളായി നീ മാറരുത് എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ ചിന്ത ഇതാണ്. റമദാൻ ഒഴിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ബാക്കി പത്രം വല്ലതും നമ്മിൽ ബാക്കിയുണ്ടായിട്ട് അത് നമ്മൾ നിത്യവും കൊണ്ടുപോവുകയാണെങ്കിൽ അതാണ് റമദാനിൻ്റെ ശേഷം നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിക്കേണ്ടത്. ആ ചെയ്യുന്ന അമൽ, ഏതെങ്കിലും ഒരു അമൽ നമ്മൾ നിത്യം ചെയ്യാം. നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക എന്നുള്ളത് നമ്മൾ ശീലമാക്കിയാൽ അത് നിരന്തരമായി ചെയ്യുക എന്നുള്ളതാണ്. ചില ആളുകളുണ്ട്, ചില അമൽ 2 ദിവസം ചെയ്യും, പിന്നെ അത് ഒഴിവാക്കും. ഇസ്ലാം പറയുന്നത് നിങ്ങൾക്ക് തഹജ്ജുദ് ഒരു 3 റക്അത്താണ് നിസ്കരിക്കാൻ കഴിയുന്നില്ല, അത് കൃത്യമായി ചെയ്യുക. ചിലർക്ക് 5 കഴിയും, ചില ആൾക്കാർ 7, 9, 11 വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എത്രയും ചെയ്യുക, നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് അത് കൃത്യമായി നിത്യമായി ചെയ്യണം എന്നാണ്. അപ്പോൾ നോമ്പെടുക്കുക, സുന്നത്ത് നോമ്പെടുക്കുകയാണെങ്കിൽ നമ്മൾ മാസത്തിൽ 3 നോമ്പ്, അല്ലെങ്കിൽ മാസത്തിൽ 3 നോമ്പ്, ആഴ്ചയിൽ 2 നോമ്പ്, ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് നമ്മൾ എടുക്കാം. എടുക്കുന്നത് കൃത്യമായിരിക്കണം. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അഹബ്ബുൽ അമാലി ഇലല്ലാഹി അദ്വമുഹു വഇൻ ഖല്ല. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ നിത്യമായി ചെയ്യുന്ന അമലുകളാണ്. വൈൻ ഖല്ല, അത് ഏറ്റവും കുറവാണെങ്കിലും ശരി, കുറച്ച് അമലുള്ളൂ. 3 റക്അത്താണെങ്കിൽ അത് നമ്മളിൽ കഴിയുന്ന ഒരു ദാനം നമ്മൾ കൊടുക്കുന്നു. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു പേജ് ഓതാനേ കഴിയുള്ളെങ്കിൽ അതോതുന്നു. അതൊരു ശീലമാണ്. അങ്ങനെ നിത്യമായി ചെയ്യുന്ന അമലാണ് അള്ളാഹുവിന് ഇഷ്ടമെന്നാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന അമൽ നിത്യമായി കൃത്യമായി ചെയ്യാം. അപ്പോൾ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഈ രൂപത്തിൽ റമദാനിൽ നിന്ന് ലഭിച്ച ഈമാനിക ഊർജം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവണമെന്നാണ് റമദാനിലെ ലക്ഷ്യം. ആ ലക്ഷ്യം നമ്മൾ നിറവേറ്റാം. അതേമാതിരി തന്നെ അങ്ങനെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സൽക്കർമ്മ നിരതമായ ഒരു ജീവിതം നയിക്കുക എന്നാണ് മനുഷ്യ ജീവിതത്തെ ലക്ഷ്യമായിട്ട് സൂറത്ത് മുൽക്കിൽ പറയുന്നത്. മനുഷ്യനെ ജീവിതവും മരണവും ഒക്കെ നൽകിയത് നിങ്ങൾ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും,
ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ജീവിതവും മരണവും ഒക്കെ നിങ്ങൾക്ക് നൽകിയത് നിങ്ങളിൽ ആരാണ് സുഹൃതം ചെയ്ത് സൽക്കർമ്മം ചെയ്ത് സായുജ്യമടയുന്നതും അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്നതുമെന്ന് പരിശോധിക്കുവാനും പരീക്ഷിക്കുവാനും വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. സൽക്കർമ്മം ചെയ്യാൻ ജീവിതത്തിൽ സമയം കണ്ടെത്താത്തവൻ്റെ ജീവിതം നഷ്ടമാണ്. അവൻ്റെ ഒരുപാട് കാലം ജീവിച്ചിട്ട് കാര്യമില്ല, അവൻ്റെ ജീവിതം നഷ്ടത്തിലാണെന്നാണ് സൂറത്തുൽ അസ്റിൽ പറഞ്ഞത്. മനുഷ്യൻ നഷ്ടത്തിലാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ആരാണ് നഷ്ടത്തിൽ അകപ്പെടാത്ത ആളുകൾ? 4 വിഭാഗം ആളുകൾ: വിശ്വാസം, സൽക്കർമ്മം, എന്നിട്ട് സൽക്കർമ്മം കൊണ്ട് ഉപദേശിക്കുക, എന്നിട്ട് ക്ഷമിക്കുക, ഇവരാണ്. അപ്പോൾ അല്ലാത്തവൻ നഷ്ടത്തിലാണ് എന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സൽക്കർമ്മ നൈരന്തര്യം, നിരന്തരമായ സൽക്കർമ്മങ്ങൾ ചെയ്യുക. അത് നമ്മുടെ ഒരു ചിട്ടയായി, ചര്യയായി, നമ്മുടെ ഒരു ജീവിതചര്യയായി നമ്മൾ മാറണം. അതിൽ സൽക്കർമ്മങ്ങളിൽ അള്ളാഹുവിനോടുള്ള ഇബാദത്തുകളുണ്ട്, സൃഷ്ടിയോടുള്ള കടപ്പാടുകളും കടമകളും ഒക്കെ ഉണ്ട്. അതെല്ലാം ചെയ്യണം. വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ നന്മ ചെയ്യുവീൻ എന്നാൽ നിങ്ങൾ വിജയികളായിരിക്കാമെന്നാണ് സൂറത്ത് ഹജ്ജിലെ 77-ാം വചനത്തിലൂടെ അള്ളാഹു പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സൽക്കർമ്മങ്ങൾ, നമ്മോട് ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതം അർത്ഥപൂർണ്ണമാക്കുമ്പോൾ അത്തരം ആളുകൾക്ക് ഭൂമിയിൽ സമാധാനമാണ്, മറിച്ച് തന്ന് പരലോകത്തും സമാധാനമാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 16-ാം അധ്യായം സൂറത്ത് നഹലിലെ 97-ാം വചനത്തിൽ പറയുന്നു: മൻ അമില സ്വാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസാ ഫലനുഹിയന്നഹു ഹയാത്തുൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ആണാവട്ടെ പെണ്ണാവട്ടെ, സുഹൃതം ആരെങ്കിലും ചെയ്താൽ, സൽക്കർമ്മം ആരെങ്കിലും ചെയ്താൽ അവന് ഹയാത്തുൻ ത്വയ്യിബ, നല്ല ഒരു ജീവിതം ഈ ഭൗതിക ലോകത്ത് നാം അവന് നൽകുമെന്നാണ്. സമാധാനത്തോടു കൂടിയുള്ള, സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതം. എന്നിട്ട് പരലോകത്ത് പോലെ നജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, പ്രവർത്തിച്ചതിനേക്കാൾ മെച്ചമായ പ്രതിഫലം പരലോകത്ത് സ്വർഗീയ ഭവനങ്ങളിൽ ലഭിക്കുമെന്നാണ് അല്ലേ. അപ്പോൾ അവരുടെ പ്രവർത്തനം ഒരിക്കലും പാഴായി പോലും, സൽക്കർമ്മം ചെയ്തവന് നിഷ്ഫലമായി വെറും കൈയോടെ പരലോകത്ത് വരേണ്ടി വരില്ല. അവൻ്റെ പരിശ്രമങ്ങളും സൽക്കർമ്മങ്ങളും അള്ളാഹു ഒരിക്കലും പാഴാക്കി കളയുകയില്ല. ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമല, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളെ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലം നാം നഷ്ടപ്പെടുത്തുകയില്ല എന്ന് സൂറത്ത് കൗഫിൽ പറയുകയാണ്. സൂറത്ത് അംബിയായിൽ കുറച്ചും കൂടി അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. എന്താണ്? ഖുൽ വമൻ യഅമൽ മിനസ്വാലിഹാത്തി വഹുവ മുഅ്മിനുൻ ഫലാ കുഫ്രാന ലിസഈ, ആരെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്ത് വിശ്വാസത്തോടു കൂടി ഫലാ കുഫ്രാന ലിസഈ, അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു നിഷേധാത്മക നയം പടച്ചുണ്ടാക്കുന്നുണ്ടാവില്ല. ഒന്നാലൂല കാത്തിബൂൻ, നമ്മളത് എഴുതി വെക്കുന്നുണ്ട് നാം. അപ്പോൾ ഈ ലോകത്ത് സൽക്കർമ്മങ്ങൾക്ക് നല്ല മനസ്സമാധാനം ഉണ്ടാവും. സുഹൃതം ചെയ്ത ആളുകൾക്ക് ഒന്നും പേടിക്കാനില്ല. സൽക്കർമ്മം ചെയ്ത ആൾക്ക്, ദുഷ്കർമ്മം ചെയ്ത ആളുകൾ ആ കർമ്മങ്ങൾ അവനെ എപ്പോഴും വേട്ടാടിക്കൊണ്ടിരിക്കും. ആ കർമ്മങ്ങളെക്കുറിച്ചുള്ള ചിന്ത അവന് നല്ല ബോധം ഉണ്ടാകുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വരും. അല്ലേ, ചെയ്തത് തെറ്റായിപ്പോയി അല്ലേ, അത് ആ ഒരു ചിന്ത അവൻ്റെ മനസ്സിലുണ്ടാവും. നല്ല കർമ്മം ചെയ്ത ആളുകൾക്ക് ആ നല്ല കർമ്മത്തിൻ്റെ ആ ഊർജ്ജം, ഒരു പോസിറ്റീവ് എനർജി അവർക്ക് സൽക്കർമ്മങ്ങൾ നൽകുന്നുണ്ട്. അതിലായിരിക്കും അവർ ജീവിക്കുക. പരലോകത്ത് ചെല്ലുമ്പോൾ അവർക്ക് ജന്നാത്തുൽ ഫിർദൗസാണ് വിശ്വാസികളും സൽക്കർമ്മം ചെയ്ത ആളുകൾ. സൂറത്തുൽ കൗഫിൽ തന്നെ പറയുന്നു: ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസ് നുസുല, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്ക് വിരുന്നായിട്ട് അള്ളാഹു നൽകിയാണ് ഏറ്റവും ഉന്നതമായ അർഷിൻ്റെ അടുത്തുള്ള, അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ അടുത്തുള്ള ഫിർദൗസ് എന്ന സ്വർഗം അവർക്ക് നൽകിയാണ്. മാത്രമല്ല ദൈവിക ദർശനം, അള്ളാഹുവിൻ്റെ തിരുദർശനം അവർക്ക്, പ്രകാശപൂരിതമായ പടച്ച തമ്പുരാൻ്റെ ദിവ്യമായ ആ മുഖം അവർക്ക് ദർശിക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്നാണ്. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹ, സൂറത്ത് കഹ്ഫിലെ തന്നെ 110-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ആരെങ്കിലും പടച്ച തമ്പുരാൻ്റെ തിരുമുഖത്തെ ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ
ദിവ്യമായ ദർശനം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദിവ്യപ്രകാശത്തെ ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ചെയ്യേണ്ടത് ഫൽ അമലൻ സ്വാലിഹ, സൽക്കർമ്മം ചെയ്യണം. വലാ യുശ്രിക് ബി ഇബാദത്തി റബ്ബി അഹദ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ ആരെയും പങ്കുവെക്കരുത് എന്നാണ്. അതുകൊണ്ട് ഭൗതിക ലോകത്തിലെ ജീവിതത്തിൽ നമ്മൾക്ക് ചെയ്യാനുള്ളത് ഈ നല്ല കർമ്മങ്ങളാണ്. എന്നെന്നും അവശേഷിക്കുന്നതും അതുതന്നെയാണല്ലോ. നമ്മൊരു നല്ല കർമ്മം നാട്ടിൽ തുടങ്ങി വെച്ചാൽ, നമ്മൾ സൽക്കർമ്മത്തിന് തുടക്കം കുറിച്ചാൽ അത് നിലനിൽക്കുന്നുവെങ്കിൽ ആളുകൾ എന്നെന്നും ഇത് ചെയ്തു വെച്ച ആളെ ഓർക്കും, അല്ലേ? അനശ്വരമായ കർമ്മങ്ങൾ നമ്മൾ ചെയ്തു വെച്ചാൽ അതവിടെ ഉണ്ടാവും, അല്ലേ? നമ്മളൊരു വൃക്ഷം വെച്ച് പിടിപ്പിച്ചു, ഒരു കിണർ കൊത്തിക്കൊടുത്തു, അങ്ങനെയുള്ള കർമ്മങ്ങളാവാം. ഒരു മനുഷ്യൻ്റെ വലിയ പ്രയാസത്തിൽ അവനെ അത് പ്രയാസം അകറ്റാൻ വേണ്ടി പരിശ്രമിച്ചു, അങ്ങനെയുള്ള കർമ്മങ്ങളാവാം. പരലോകത്ത് പടച്ചോനുള്ള കർമ്മങ്ങളാവാം. അതാണ് അവശേഷിക്കുന്നത്. വൽബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. വൽബാഖിയാത്തു എന്നെന്നും അവശേഷിക്കുന്നത് അസ്വാലിഹാത്തു സൽക്കർമ്മങ്ങളാണ്. അതാണ് ഖൈറുൻ ഇൻദ റബ്ബിക, നിൻ്റെ റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്തമമായത്. വ ഖൈറുൻ അമല, പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതും അതാണ്. അതുകൊണ്ട് പരിശുദ്ധ റമദാൻ കഴിഞ്ഞു പോയ ഈ അവസരത്തിൽ, ഈദും കഴിഞ്ഞ ഈ അവസരത്തിൽ നമുക്ക് ഇത് രണ്ടിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്, അതിൽ നിന്നും ഈമാനിക ആവേശം ഉൾക്കൊണ്ടുകൊണ്ട്, ആ ഈമാനികമായ കാര്യത്തിന് അതിൻ്റെ പിൻബലം കൊണ്ട്, അതിൻ്റെ പ്രകാശം കൊണ്ട് വരുംകാല ജീവിതം പ്രഭാപൂരിതമാക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ തെറ്റുകളിൽ നിന്ന് അകന്നുകൊണ്ട് പാപവിമുക്തമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു തരുമാറാവട്ടെ. സൽക്കർമ്മങ്ങളെല്ലാം തന്നെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. രോഗബാധിതരായ ആളുകൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. ലോകത്തിന് സമാധാനവും ശാന്തിയും പടച്ചവൻ നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.